Morning friends. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐഡിയൽ ഫെർമി സിസ്റ്റത്തിലെ പോളി പാരാമാഗ്നറ്റിസത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിച്ചു തുടങ്ങിയത്. അതിൽ നമ്മൾ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലുള്ള സസെപ്റ്റിബിലിറ്റിയുടെ എക്സ്പ്രഷനാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് വേണ്ടത് അതൊരു അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നമ്മൾ കാണുന്നത് എല്ലാ ടെമ്പറേച്ചറിലും വാലിഡ് ആവുന്ന സസെപ്റ്റിബിലിറ്റി എക്സ്പ്രഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാ ടെമ്പറേച്ചറിലും വാലിഡ് ആയിട്ടുള്ള സസെപ്റ്റിബിലിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ കാണുന്നത്. എക്സ്പ്രഷൻ ദാറ്റ് ഹോൾഡ്സ് ഫോർ ഓൾ ടെമ്പറേച്ചേഴ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഫൈനൈറ്റ് ടെമ്പറേച്ചർ എല്ലാ ടെമ്പറേച്ചറിലും സാറ്റിസ്ഫൈ ചെയ്യാവുന്ന റിലേഷൻ എത്തിക്കുകയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ഇവിടെ എല്ലാ പാർട്ടിക്കിളും അപ്പ് സ്പിന്നുള്ള പാർട്ടിക്കിൾ ഉണ്ടായിരിക്കാം, ഡൗൺ സ്പിന്നുള്ള പാർട്ടിക്കിൾ ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ പി മൊമെൻ്റമുള്ള മാഗ്നറ്റിക് മൊമെൻ്റ് അപ്ലൈഡ് ഫീൽഡിന് പാരലായിട്ടുള്ള പാർട്ടിക്കിൾ ഡെൻസിറ്റിയാണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്തത് NP plus ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തത്. സോ NP plus is the number of particles with momentum P and magnetic moment parallel to the field. NP minus എന്ന് പറയുന്നത് എന്തായിരിക്കും? number of particles with momentum P and magnetic field is anti-parallel to the field. Anti-parallel ആയി കഴിഞ്ഞാൽ number of particles NP minusഉം parallel ആയി കഴിഞ്ഞാൽ number of particles NP plusഉം ആയിട്ട് നമ്മൾ മാറ്റുന്നു. ഓക്കെ, സോ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഹാവിങ് മാഗ്നറ്റിക് മൊമെൻറ്റ് പാരലൽ ടു ദ ഫീൽഡ് ചെയ്യണം, പ്ലസ് എന്ത് ചെയ്യണം ടോട്ടൽ എനർജി കറസ്പോണ്ടിങ് ടു ദ പാർട്ടിക്കിൾസ് ഹാവിങ് മാഗ്നറ്റിക് മൊമെൻറ്റ് ആൻറ്റി പാരലൽ ടു ദ ഫീൽഡും ചെയ്യണം. അപ്ലൈഡ് ഫീൽഡിന് പാരലൽ ആയിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി, അപ്ലൈഡ് ഫീൽഡിന് ആൻറ്റി പാരലൽ ആയിട്ടുള്ള പാർട്ടിക്കിളുകളുടെ ടോട്ടൽ എനർജി, അതാണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ റിലേഷൻ EN, ടോട്ടൽ എനർജി EN ഈസ് ഈക്വൽ ടു സം ഓവർ പി. മൊമെൻ്റം നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ ആണ് എടുത്തത്. മൊമെൻ്റം ഏതൊക്കെ വാല്യൂ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് സമ്മേഷൻ വേണം, സം ഓവർ പി സ്ക്വയർ ബൈ 2m മൈനസ് മ്യൂ സ്റ്റാർ ബി. പി സ്ക്വയർ ബൈ 2m മൈനസ് മ്യൂ സ്റ്റാർ ബി കിട്ടുന്ന ഏത് പാർട്ടിക്കിളിനാണ്? P square by 2m minus mu star b, that is mu star parallel to b ആയിട്ടുള്ള കണ്ടീഷൻ. ആ കണ്ടീഷനിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? സ്പിന്ന് പാരലൽ ടു ദ അപ്ലൈഡ് ഫീൽഡ് ആയിട്ടുള്ള എത്ര പാർട്ടിക്കിളുകളുണ്ട്? NP പ്ലസ് നമ്പർ ഓഫ് പാർട്ടിക്കിളുകളുണ്ട് അല്ലേ. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ എനർജിയാണ് P സ്ക്വയർ ബൈ 2m മൈനസ് മ്യൂ സ്റ്റാർ ബി. അങ്ങനെ എത്ര പാർട്ടിക്കിളുണ്ട്? NP പ്ലസ് പാർട്ടിക്കിൾ. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് P സ്ക്വയർ ബൈ 2m minus mu star b into NP plus, that is the total energy for the particles having having magnetic moment parallel to the applied field. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? P square by 2m plus mu star b into NP minus. ഇതാവുമ്പോൾ എന്താണ്? ആൻറ്റി പാരലൽ പാർട്ടിക്കിളുകളുടെ എണ്ണമാണ് NP minus. അതിലൊരു പാർട്ടിക്കിളിൻ്റെ എനർജിയാണിത് അല്ലേ. അപ്പോൾ ടോട്ടൽ എനർജി കറസ്പോണ്ടിങ് ടു ദ പാർട്ടിക്കിൾസ് ഹാവിങ് മാഗ്നറ്റിക് മൊമെൻറ്റ് ആൻറ്റി പാരലൽ ടു ദ അപ്ലൈഡ് ഫീൽഡ്. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്ത് രണ്ട് എക്സ്പ്രഷൻ, ദിസ് ഇസ് കറസ്പോണ്ടിങ് ടു ദ പാർട്ടിക്കിൾസ് ഹാവിങ് മൊമെൻറ്റ് പാരലൽ ടു ദ അപ്ലൈഡ് ഫീൽഡ് ആൻഡ് ദിസ് ഇസ് ഫോർ ദ പാർട്ടിക്കിൾസ് ഹാവിങ് മൊമെൻറ്റ് ആൻറ്റി പാരലൽ ടു അപ്ലൈഡ് ഫീൽഡ്. സോ ഇത് രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ടോട്ടൽ എനർജി ഓഫ് ദ എൻറ്റയർ സിസ്റ്റം. ഓക്കെ, നൗ വീണ്ടും നമ്മൾ ഇവിടുന്ന് NP പ്ലസിൻ്റെ P സ്ക്വയർ ബൈ 2m ടേമുകൾ ഒന്നിച്ചാക്കി മാറ്റി, മ്യൂ സ്റ്റാർ ബിൻ്റെ ടൈമുകൾ ഒന്നിച്ചാക്കി മാറ്റും. അതായത് സം ഓവർ പി സ്ക്വയർ ബൈ 2m കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ NP പ്ലസ് പ്ലസ് NP മൈനസ് അല്ലേ. അപ്പോൾ NP പ്ലസ് പ്ലസ് NP മൈനസ് ഇൻറ്റു P സ്ക്വയർ ബൈ 2m എന്നുള്ള ടൈം വന്നു. മ്യൂ സ്റ്റാർ ബി മൈനസ് മ്യൂ സ്റ്റാർ ബി ആണ് എടുക്കുന്നത്. മൈനസ് മ്യൂ സ്റ്റാർ ബി എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ ഓവർ പി ഉണ്ട്. NP പ്ലസ് മൈനസ് ആണ് എടുത്തിട്ടുള്ളത്, ഇവിടെ പ്ലസ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? മൈനസ് NP മൈനസ് എന്ന്. So minus mu star b into NP plus minus NP minus ഉണ്ട്. ഇവിടെ നമ്മൾ NP പ്ലസിനും NP മൈനസിനും പകരം N പ്ലസിനും N മൈനസിനുമാണ് എഴുതിയിട്ടുള്ളത്. കാരണം എന്താ? ഇവിടെ മ്യൂ സ്റ്റാർ ബിയിൽ P ഒന്നുമില്ല അല്ലേ. അപ്പോൾ സമ്മേഷൻ ഓവർ P എന്നുള്ളത് കോമൺ അല്ലേ.
ഈ സമ്മേഷൻ ഓവർ പി എന്നുള്ളത് ഇവിടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും കോമൺ ആണ്. അപ്പോൾ സമ്മേഷൻ ഓവർ പി എന്ന് പറയുന്നത് ഇതിന് ബാധകമല്ല, ഇതിന് മാത്രമേ ഉള്ളൂ. ഒന്ന് ഇതിനും എൻ പി പ്ലസും ഒന്ന് ഇതിനും അല്ലേ. അപ്പോൾ സം ഓവർ പി എൻ പി പ്ലസ് എന്നുള്ളതാണ് എൻ പ്ലസ്, സം ഓവർ പി എൻ പി മൈനസ് എന്നുള്ളതാണ് എൻ മൈനസ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ പി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നൊരു ടേം ഉണ്ട് അല്ലേ. സോ ഇവിടെ നമുക്ക് അങ്ങനെ എൻ പ്ലസ് എൻ മൈനസ് ആയിട്ട് എഴുതാൻ പറ്റില്ല, ഇവിടെ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇവിടെ മ്യൂ സ്റ്റാർ ബി എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന ടേം ഒന്നും ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്തായി, സം ഓവർ പി എൻ പി പ്ലസ് പ്ലസ് എൻ പി മൈനസ് ഇൻറ്റു പി സ്ക്വയർ ബൈ 2m മൈനസ് മ്യൂ സ്റ്റാർ ബി ഇൻറ്റു എൻ പ്ലസ് മൈനസ് എൻ മൈനസ്. ഇപ്പോൾ എൻ പ്ലസ് എന്താണെന്നുള്ളത് എൻ മൈനസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എൻ പ്ലസ് ഈസ് സം ഓവർ പി എൻ പി പ്ലസ് ആൻഡ് എൻ മൈനസ് ഈസ് സം ഓവർ പി എൻ പി മൈനസ്. ഓക്കെ, ഇപ്പോൾ എൻ പ്ലസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് having spin or magnetic moment parallel to the applied field, and n minus is the total number of particles having magnetic moment anti-parallel to the applied field. ഇവിടെ എഴുതിയത് എൻ പി പ്ലസ് എൻ പി മൈനസ് ആകുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് മൊമെൻറ്റം പി, പി എന്ന് പറയുന്ന മൊമെൻറ്റം ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് എൻ പി പ്ലസും എൻ പി മൈനസും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നൗ ദ പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്കറിയാം, കനോണിക്കൽ എൻസെമ്പിളിലെ പാർട്ടീഷൻ ഫംഗ്ഷൻ ക്യൂ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഇ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ എന്നാണ്. ഇപ്പോൾ ഇവിടെ പ്രൈംഡ് സമ്മേഷൻ ഇട്ടുണ്ട്, സമ്മേഷൻ ഓവർ എൻ പി പ്ലസ് കോമ എൻ പി മൈനസ് ആണ് എടുത്തിട്ടുള്ളത്. എൻ പി പ്ലസ് മാറിയാലും എൻ പി മൈനസ് മാറിയാലും ടോട്ടൽ എനർജി ഇ എൻ ആണ് മാറ്റം വരിക അല്ലേ. ഫ്രം 12 നോക്കിക്കഴിഞ്ഞാൽ എൻ പി പ്ലസ് എൻ പി മൈനസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇ എൻ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സം ഓവർ ഇ എന്നുള്ളതിന് പകരമാണ് എന്ത് എഴുതിയിട്ടുള്ളത്, സം ഓവർ സെറ്റ് എൻ പി പ്ലസ് കോമ എൻ പി മൈനസ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ എൻ എന്ന് എഴുതിയിട്ടുള്ളത്. അത് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 13. ഇവിടെ സമ്മേഷന് മുകളിലൊരു പ്രൈം സിമ്പൽ ഒരു വര കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈം സിമ്പൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, എൻ പി പ്ലസും എൻ പി മൈനസും 0യോ 1ഓ ആയിരിക്കും. ദിസ് ഇസ് ബിക്കോസ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. സിൻസ് ഫെർമിയോൺസ് ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഈ കണ്ടീഷൻ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. പി പ്ലസിനും എൻ പി മൈനസിനും വരാവുന്ന വാല്യൂ 0യും 1ഉം മാത്രമാണ്, ബിക്കോസ് ദേ ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. And we have already written in 12a summation over p n p plus equal to n plus ആണെന്ന് അറിയാം. summation over p n p minus എന്ന് പറയുന്നത് n minus ആണെന്ന് അറിയാം. that is n plus plus n minus. n plus എന്ന് പറഞ്ഞാൽ എന്താണ്, total number of particles having spin up or magnetic moment parallel to the applied field. n minus is the total number of particles having magnetic moment anti-parallel to the applied field. അപ്പോൾ സ്പിൻ അപ്പ് ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിളും സ്പിൻ ഡൗൺ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിളും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും, അവിടെയുള്ള ആകെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് ഈസ് n. ദിസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ആൾക്കാർ താഴത്തേക്കുള്ള ആൾക്കാർ, പാരലൽ ടു ദ ഫീൽഡ് ആൻഡ് ആൻറ്റി പാരലൽ ടു ദ ഫീൽഡ്, അത് സമ്മർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സമ്മേഷനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ക്യു എൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് പാർട്ടീഷൻ ഫംഗ്ഷൻ. പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഈ സമ്മേഷൻ വേണം അല്ലേ. അപ്പോൾ ഈ സമ്മേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളൊരു ഒരു പർട്ടിക്കുലർ വാല്യൂ എൻ പ്ലസിന് നമ്മൾ അസ്യൂം ചെയ്യാം. എൻ പ്ലസ് ഇത്രയായിരിക്കും, അല്ലെങ്കിൽ ഒരു ആർബിട്രറി വാല്യൂ നമ്മൾ എന്ത് ചെയ്തെടുക്കുക, എൻ പ്ലസിന് ഇത്രയാണ് വാല്യൂ വരാൻ നമ്മൾ എന്ത് ചെയ്തു, അസ്യൂം ചെയ്തു. എൻ പ്ലസിന് ഇത്രയാണ് വാല്യൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എൻ മൈനസിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി ഫിക്സ് ആയിരിക്കും. ബിക്കോസ് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു കനോണിക്കൽ എൻസെമ്പിളിനെ സംബന്ധിച്ച് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. The canonical partition function ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. In the canonical ensemble total number of particles is a constant. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കോൺസ്റ്റൻ്റ് ആണ്. സ്പിൻ ഉള്ള അല്ലെങ്കിൽ മാഗ്നെറ്റിക് മൊമെൻ്റ് പാരലൽ ടു ദ അപ്ലൈഡ് ഫീൽഡ് ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് സ്പിൻ ഡൗൺ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഫിക്സ്ഡ് ആയിട്ട് മാറും അല്ലേ. എൻ പ്ലസ് അറിയാം, എന്നും അറിയാമെങ്കിൽ എൻ മൈനസ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. To evaluate this sum, first we fix an arbitrary value of the number n plus. n plusൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തു. n പ്ലസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു, n മൈനസിൻ്റെ വാല്യൂ ഫിക്സ് ആയി. കാരണം എന്താണ്, n എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആണ്. ഇൻ ദ കേസ് ഓഫ് കനോണിക്കൽ എൻസെമ്പിൾ, നമ്മളിവിടെ കനോണിക്കൽ എൻസെമ്പിളാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി സം ഓവർ ഓൾ എൻ പി പ്ലസ് ആൻഡ് എൻ പി മൈനസ് ദാറ്റ് കൺഫേംസ് ടു ദ ഫിക്സ്ഡ് വാല്യൂസ് ഓഫ് നമ്പേഴ്സ് ഓഫ് n പ്ലസ് ആൻഡ് n മൈനസ്. ഇനി എൻ പി പ്ലസ് 1, എൻ പി പ്ലസിൻ്റെ വാല്യൂ ഉണ്ട് അല്ലേ,
ടി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റത്തിന് പല വാല്യൂ വരാം. മൊമെൻറ്റത്തിലെ എല്ലാ വാല്യൂകളും നമ്മൾ കൺസിഡർ ചെയ്താലും അങ്ങനെയൊക്കെ N1 പ്ലസ് N2 പ്ലസ് N3 പ്ലസ് അങ്ങനെ പറയുന്ന എല്ലാ കണ്ടീഷൻസും നമ്മൾ കൺസിഡർ ചെയ്താലും ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാവിങ് മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ പാരലൽ ടു ദ അപ്ലൈഡ് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കണം? N പ്ലസിനോട് തുല്യമായിരിക്കണം. ദാറ്റ് ഈസ് NP പ്ലസിൻ്റെ എല്ലാ വാല്യൂസും മൊമെൻറ്റം 1 ഉള്ളതും 2 ഉള്ളതും 3 ഉള്ളതും ഒക്കെ കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്തേ കിട്ടാൻ പാടുള്ളൂ? N പ്ലസ് വരാൻ പാടുള്ളൂ. അതേപോലെ ആൻറ്റി പാരലായിട്ട് കിടക്കുന്ന ആൾക്കാരുടെ ഇതാണ് NP മൈനസ് അല്ലേ? അങ്ങനെ ആൻറ്റി പാരലായിട്ട് പല മൊമെൻറ്റം സ്റ്റേറ്റിലും ആൾക്കാരുണ്ടാവും. അങ്ങനെ എല്ലാ മൊമെൻറ്റം സ്റ്റേറ്റുകളുടെയും സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? N മൈനസ് ആയിട്ടും മാറണം. സോ ദീസ് കണ്ടീഷൻസ് ആർ മസ്റ്റ് കണ്ടീഷനാണ്, മസ്റ്റ് സാറ്റിസ്ഫൈ കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. സം ഓവർ all NP plus is equal to N plus and sum over all NP minus is equal to N minus. ഓക്കെ, അതേപോലെ NP പ്ലസിൻ്റെ N മൈനസിൻ്റെയും വാല്യൂ എന്തേ വരാൻ പാടുള്ളൂ? 0യും NP പ്ലസിൻ്റെ വാല്യൂ 0യോ അല്ലെങ്കിൽ 1ഓ വരാം. NP മൈനസിൻ്റെ വാല്യൂ 0യോ അല്ലെങ്കിൽ 1ഓ വരാം. ഇത് ഒരു സ്റ്റേറ്റിലാണ് കേട്ടോ. പിയുടെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ പിയുടെ വാല്യൂ 2 ആകുമ്പോഴും ഒന്നുകിൽ 0 വരാം 1 വരാം. പിയുടെ വാല്യൂ 3 ആയിരിക്കുമ്പോൾ 0യോ 1 വരാം. അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്താൽ NP പ്ലസിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്താൽ N പ്ലസ് കിട്ടണം. NP മൈനസിൻ്റെ എല്ലാം കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? N മൈനസ് കിട്ടണം. ഓക്കെ, ഇനി N പ്ലസും N മൈനസും കൂടി ആഡ് ചെയ്താൽ എന്തേ വരാൻ പാടുള്ളൂ? ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു N. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് പോസിബിളാണ്. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എല്ലാ പാർട്ടിക്കിളിലും അപ്പ് സ്പിൻ ആണെന്ന് വിചാരിക്കാം. ഡൗൺ സ്പിൻ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം? N മൈനസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എല്ലാം എന്ത് നമുക്ക് കണക്കാക്കാൻ പറ്റും? ഇവിടെ എഴുതിയിൽ ഒരു തെറ്റ് വന്നു. സം ഓവർ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് N പ്ലസ് 1 ഫ്രം N പ്ലസ് ഈക്വൽ ടു 0 to N. മാക്സിമം വാല്യൂ N പ്ലസിന് വരാവുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? N ആണ്. ദാറ്റ് മീൻസ് എല്ലാ പാർട്ടിക്കിളുകളുടെയും മാഗ്നറ്റിക് മൊമെൻറ്റ് പാരലൽ ടു അപ്ലൈഡ് ഫീൽഡ് ആയിരിക്കും. അതിന് വരാവുന്ന ഏറ്റവും മിനിമം വാല്യൂ എത്രയാണ്? 0 ആണ്. ദാറ്റ് മീൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിലെ എല്ലാ പാർട്ടിക്കിളുകളുടെയും മാഗ്നറ്റിക് മൊമെൻറ്റ് എന്താണ്? ആൻറ്റി പാരലൽ ടു ദ അപ്ലൈഡ് ഫീൽഡ് ആയിരിക്കും. ക്ലിയർ ആണോ? N പ്ലസിന് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള സ്പിന്നുള്ള ആരുമില്ല, അല്ലെങ്കിൽ മുകളിലേക്ക് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് മാഗ്നറ്റിക് മൊമെൻറ്റുള്ള ആരുമില്ല എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് എന്താണ്? എല്ലാ പാർട്ടിക്കിളുകളുടെയും മാഗ്നറ്റിക് മൊമെൻറ്റ് ഡൗൺവേർഡ്സ് ആണ്, ഡൗൺവേർഡ്സ് ഓർ ആൻറ്റി പാരലൽ ആണെന്നാണ് അർത്ഥം. N പ്ലസ് ഇസ് ഈക്വൽ ടു N എടുത്തു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? എല്ലാ പാർട്ടിക്കിളുകളുടെയും സ്പിന്ന് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് പാരലൽ ടു ദ അപ്ലൈഡ് ഫീൽഡ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ N പ്ലസിന് 0 വന്നു കഴിഞ്ഞാൽ N മൈനസ് N ആയിരിക്കും. N പ്ലസിന് N വന്നാൽ N മൈനസിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഏത് മുതൽ ഏത് വരെ വരി ചെയ്യാൻ പാടും? ഏറ്റവും മിനിമം 0 ആയിരിക്കും, മാക്സിമം N ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് N മൈനസിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. N പ്ലസ് 0 ആണെങ്കിൽ N മൈനസ് N, N പ്ലസ് 1 ആയി കഴിഞ്ഞാൽ N മൈനസിൻ്റെ വാല്യൂ N മൈനസ് 1 അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? N പ്ലസിൻ്റെ വാല്യൂ അനുസരിച്ച് N മൈനസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ എക്സ്പ്രഷൻസൊക്കെ ദാറ്റ് മീൻസ് സമ്മേഷൻ്റെ കണ്ടീഷൻ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 12 ഇത് രണ്ടും നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഇക്വേഷൻ നമ്പർ 13 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് QN, ദാറ്റ് ഈസ് പാർട്ടീഷൻ ഫംഗ്ഷൻ QN ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ NP പ്ലസ് NP മൈനസ്. നമ്മൾ നേരത്തെ എഴുതിയ അതേ കണ്ടീഷനാണ് NP പ്ലസ് NP മൈനസ്. അപ്പോൾ അത് ഏത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ മാത്രമാണ്? 0യോ Nോ 0 ഓർ 1 ഈ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഇങ്ങനെ എഴുതിയത്. ഇതേപോലെ എന്തുണ്ട്? ടോട്ടൽ നമ്പർ പാർട്ടിക്കിൾ എത്ര വരാൻ പാടുള്ളൂ? ക്യാപിറ്റൽ N വരാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ N പ്ലസിൻ്റെ വാല്യൂ 0 മുതൽ N വരെ വാരി ചെയ്യുക. നമ്മൾ N പ്ലസ് ഫിക്സ് ചെയ്തുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. നമ്മൾ N മൈനസ് ആണ് ഫിക്സ് ചെയ്ത് വെച്ചാൽ N മൈനസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ് കണ്ടോ? വി ആർ ഫിക്സ് ആൻ ആർബിട്രറി വാല്യൂ ഫോർ N പ്ലസ്. N പ്ലസിന് നമ്മളൊരു ആർബിട്രറി വാല്യൂ ഫിക്സ് ചെയ്തുകൊണ്ടാണ് സമ്മേഷൻ ഓവർ N പ്ലസ് 0 to N ആക്കിയത്. N പ്ലസിൻ്റെ വാല്യൂ 0 മുതൽ N വരെ വാരി ചെയ്യാം. സോ these are the two summation conditions. Exponential minus beta En പകരം substitute equation number 12 sum over p NP plus NP minus into p square by 2m minus mu star b into N plus minus N minus. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മളൊരു ചേഞ്ച് വരുത്താണ്.
ഈ ടേമിൽ എൻ പിയും എൻ പി മൈനസ് ഒന്നുമില്ലല്ലോ. ഇക്വേഷൻ നമ്പർ 15 സെക്കൻഡ് ടേമിൽ എൻ പി പ്ലസ്നോ എൻ പി മൈനസ് ഒന്നുമില്ല. കാരണം അതൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് റീപ്ലേസ് ചെയ്തിട്ടാണ് എൻ പ്ലസും എൻ മൈനസും എഴുതിയത്. സോ ഇവിടെ ഈ സമ്മേഷൻ എൻ പി പ്ലസ് സെറ്റ് എൻ പി പ്ലസിൻ്റെയും സെറ്റ് എൻ പി മൈനസിൻ്റെ സമ്മേഷൻ ഇതിനെ ബാധിക്കുന്നതല്ല അല്ലേ. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ് ദാറ്റ് സമ്മേഷൻ. അപ്പോൾ നമ്മളിവിടെ എഴുതിയ ചേഞ്ച് നോക്കാം. സമ്മേഷൻ ഓവർ എൻ പ്ലസ് ഇസ് ഈക്വൽ ടു 0 to n. ഈ കണ്ടീഷൻ ഇതിനെ ബാധിക്കുന്നതാണ്. എൻ പ്ലസ് അല്ലേ എൻ മൈനസ്. അപ്പോൾ സമ്മേഷൻ ഓവർ എൻ പ്ലസ് ഇസ് ഈക്വൽ ടു 0 to n ഇ റേസ് ടു, ഇവിടെ ഇ റേസ് ടു ആണ് ഇതൊക്കെ അല്ലേ. ഇ റേസ് ടു മൈനസ് ബീറ്റ മൈനസ്, അപ്പോൾ മൈനസ് മൈനസ് എന്തായി പ്ലസ് ആയി. ബീറ്റ ഉണ്ട്, മ്യൂ സ്റ്റാർ ഉണ്ട്, ബി ഉണ്ട്, ഇൻറ്റു എൻ പ്ലസ് മൈനസ് എൻ മൈനസ്. ഓക്കെ, എൻ മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, എൻ മൈനസ് ഇസ് ഈക്വൽ ടു ഫ്രം 14 എൻ മൈനസ് ഇസ് ഈക്വൽ ടു എൻ മൈനസ് എൻ പ്ലസ് എന്നല്ലേ. അതാണ് ഇവിടെ എഴുതിയത്. ഈ എൻ പ്ലസ് ഉണ്ട്, ഇവിടെ എൻ മൈനസിന് പകരം എൻ മൈനസ് എൻ പ്ലസ് നോക്കി. ഓക്കെ, ബാക്കി പിന്നെ ഈ എൻ പി പ്ലസിനെ എൻ പി മൈനസിനെ ബേസ് ചെയ്തിട്ടുള്ള സമ്മേഷൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പോകണം. ഒന്ന് ബീറ്റ എൻ പി പ്ലസ് ഇൻറ്റു ഈ ടേം, എൻ പി മൈനസ് ഇൻറ്റു ഈ ടേം, അങ്ങനെ മാറ്റി എഴുതാണ്. അപ്പോൾ എൻ പി പ്ലസ് സമ്മേഷൻ ഓവർ എൻ പി പ്ലസ് ഡബിൾ പ്രൈമിൻ്റെ സമ്മേഷനാണ് എൻ പി പ്ലസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇൻറ്റു സമ്മേഷൻ ഓവർ പി എൻ പി പ്ലസ് ഇൻറ്റു പി സ്ക്വയർ ബൈ 2m. ക്ലിയർ അല്ലേ. ഈ സമ്മേഷൻ ഓവർ എൻ പി പ്ലസ് സെറ്റ് എൻ പി പ്ലസ് ആണ്. ഇ റേസ് ടു മൈനസ് ബീറ്റ ഉണ്ട്, സമ്മേഷൻ ഓവർ പി ഉണ്ട്, എൻ പി പ്ലസ് ഉണ്ട്, പി സ്ക്വയർ ബൈ 2m. ഓക്കെ, അതേപോലെ അടുത്ത ടേം സമ്മേഷൻ ഓവർ എൻ പി മൈനസ്, അപ്പോൾ ട്രിപ്പിൾ പ്രൈം കൊടുത്തു നോക്കാം. അത് വ്യത്യാസം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇ റേസ് ടു മൈനസ് ബീറ്റ ഉണ്ട്, സമ്മേഷൻ ഓവർ പി ഉണ്ട്, എൻ പി മൈനസ് ഉണ്ട്, ഇൻറ്റു പി സ്ക്വയർ ബൈ 2m. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്ത ഒരു ചേഞ്ച് കൂടി നമ്മളിവിടെ എടുത്താണ്. ഇവിടെ നോക്കാം, എൻ പ്ലസ് മൈനസ് എൻ മൈനസ് എൻ പ്ലസ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എൻ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസ് എൻ പ്ലസ് ആണ്. അപ്പോൾ എൻ പ്ലസ് പ്ലസ് എൻ പ്ലസ് എന്ന് കിട്ടും. ദാറ്റ് ഇസ് 2n പ്ലസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ചേഞ്ചുകളൊന്നും വരുത്തിയിട്ടില്ല. ഈ എക്സ്പ്രഷൻ ഒന്നും കൂടെ മാറ്റി എഴുതിയതാണ്. സമ്മേഷൻ ഓവർ എൻ പ്ലസ് ഇസ് ഈക്വൽ ടു 0 to n ഇ റേസ് ടു ബീറ്റ മ്യൂ സ്റ്റാർ ബി. ഇവിടെ എൻ പ്ലസ് ഉണ്ട്, ഇവിടെ മൈനസ് ഓഫ് മൈനസ് എൻ പ്ലസ് ഉണ്ട്. സോ എൻ പ്ലസ് പ്ലസ് എൻ പ്ലസ് 2n പ്ലസ് കിട്ടും. അപ്പോൾ 2n പ്ലസ് മൈനസ് എൻ ഉണ്ട്. ബാക്കിയുള്ള ടേം അതേപോലെ തന്നെ ഇ റേസ് ടു മൈനസ് ബീറ്റ സമ്മേഷൻ ഓവർ പി എൻ പി പ്ലസ് പി സ്ക്വയർ ബൈ 2m സമ്മേഷൻ ഓവർ എൻ പി മൈനസ് സമ്മേഷൻ ഇ റേസ് ടു മൈനസ് ബീറ്റ സമ്മേഷൻ ഓവർ പി എൻ പി മൈനസ് പി സ്ക്വയർ ബൈ 2m. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഡബിൾ പ്രൈം ട്രിപ്പിൾ പ്രൈമിൻ്റെ ഒക്കെ കണ്ടീഷൻ എന്താണ്, സമ്മേഷൻ ഓവർ പി എൻ പി പ്ലസിൻ്റെ വാല്യൂ ഓരോ സ്റ്റേജിലും കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം എത്ര വരാൻ പാടുള്ളൂ, എൻ പ്ലസേ വരാൻ പാടുള്ളൂ. അതുപോലെ എൻ പി മൈനസിൻ്റെ സമ്മേഷൻ്റെ വാല്യൂ എത്ര വരാൻ പാടുള്ളൂ, എൻ മൈനസേ വരാൻ പാടുള്ളൂ. എൻ മൈനസ് ഇസ് ഈക്വൽ ടു എൻ മൈനസ് എൻ പ്ലസ് എന്ന് മാറ്റി എഴുതാം. ഇനി നമ്മൾ നോക്കുന്നതാണ് നമ്മൾ ഐഡിയൽ ഫെർമി സിസ്റ്റത്തിലെ കണ്ടീഷൻ എന്താണ്, സ്പിൻ ഹാഫ് പാർട്ടിക്കിളാണ് ഐഡിയൽ ഫെർമി സിസ്റ്റം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിനി ഒരു ഫിക്റ്റീഷ്യസ്, നമ്മൾ ഓൾറെഡി പറയാറുണ്ട് സ്യൂഡോ ഫോഴ്സ്, ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെയുള്ള ഒരു ഫിക്റ്റീഷ്യസ് കണ്ടീഷൻ നമ്മൾ പറയുകയാണ്. അവിടെ എൻ നമ്പർ ഓഫ്, അവിടെ എൻ നമ്മൾ ചെറുതാക്കിയിട്ടൊന്ന് വളച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ എക്സ്പ്രഷൻ ഇതിൽ നോക്കാം. ഈ അവിടെ എൻ നമ്പർ ഓഫ് സ്പിൻലെസ് പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ മാസ് എം ആണ്. ഞാൻ ബ്രാക്കറ്റിൽ ഫിക്റ്റീഷ്യസ് എഴുതി കാണാം. ഫിക്റ്റീഷ്യസ് എഴുതാനുള്ള കാരണം തന്നെ ഇതാണ്. ഐഡിയൽ ഫെർമി സിസ്റ്റം ആണെങ്കിൽ അവിടെ സ്പിൻ ഹാഫ് പാർട്ടിക്കിളാണ് ആക്ച്വലി ഉള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ കണ്ടീഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പിൻലെസ് പാർട്ടിക്കിൾ, എൻ നമ്പർ ഓഫ് സ്പിൻലെസ് പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. Q0n be its partition function. ഇവിടെ സ്പിൻലെസ് പാർട്ടിക്കിളാണ്. സോ അതിൻ്റെ ജി എന്ന് പറയുന്നത്, ജി വാല്യൂ എന്ന് പറയുന്നത്, ലാൻഡേജ് ജി ഫാക്ടർ എന്ന് പറയുന്നത് ജി ഈസ് ഈക്വൽ ടു 1 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്തു കേട്ടോ. സോ വി ആർ കൺസിഡറിങ് Q0n be the partition function of an ideal Fermi gas of n spinless particle. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. സ്പിൻലെസ്, ആക്ച്വലി ഫെർമിയിൽ സ്പിൻലെസ് വരാറില്ല. സോ വി ആർ യൂസിങ് ഒരു ഐഡിയൽ കോൺസെപ്റ്റ്. ഒരു n സ്പിൻലെസ് പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെയൊക്കെ മാസ് m ആണ്. സോ ഇറ്റ് ഈസ് ഫിക്റ്റീഷ്യസ് എഴുതാനുള്ള കാരണം തന്നെ അതാണ്. ഉണ്ട്. ഇനി ഇതിലെ സ്പിൻ ജി ഈസ് ഈക്വൽ ടു
ലാംഡ ജി ഫാക്ടർ ജി ഈസ് ഈക്വൽ ടു 1 ആണെന്നും കൊടുക്കും. അപ്പോൾ Q0 ഓഫ് എൻ പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, സമ്മേഷൻ ഓവർ എൻ പി എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ എൻ അല്ലേ. ഇവിടെ സ്പിൻ അപ്പ് സ്പിൻ ഡൗൺ എന്നുള്ളതൊന്നും വ്യത്യാസമില്ല അല്ലേ, സ്പിൻലെസ് പാർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ സ്പിൻലെസ് പാർട്ടിക്കിൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ എനർജിയുടെ എക്സ്പ്രഷൻ എന്തുണ്ട് ശരിക്കും മ്യൂ സ്റ്റാർ ബി അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ടേം കൂടി ഉണ്ട്, മൈനസ് മ്യൂ സ്റ്റാർ ബി എന്നുള്ള ഒരു ടേം ഉണ്ട്. പക്ഷേ സ്പിൻ ഇല്ലെങ്കിൽ ദർ ഇസ് നോ ഇഫക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് അവിടെ യാതൊരു ഇഫക്റ്റും ഇല്ല. സ്പിൻലെസ് പാർട്ടിക്കിളിൻ്റെ മുകളിൽ മാഗ്നറ്റിക് ഫീൽഡിന് യാതൊരു ഇഫക്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ മ്യൂ സ്റ്റാർ ബി എന്ന് പറയുന്ന ടേം ആബ്സെൻ്റ് ആയിരിക്കും. p²/2m എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എൻ പി പ്ലസ് എൻ മൈനസ് എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല. കാരണം എന്താണ്, എല്ലാം സ്പിൻലെസ് പാർട്ടിക്കിളാണ്. അങ്ങനെ സ്പിൻലെസ് ആയിട്ടുള്ള പി മൊമെൻറ്റം ഉള്ള എൻ പാർട്ടിക്കിൾസ്, എൻ പി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്താണ് വരിക, സമ്മേഷൻ ഓവർ എൻ പി എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ എൻ. ഇ എൻ ഇസ് ഈക്വൽ ടു p²/2m ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇൻറ്റു ഒരു പാർട്ടിക്കിളിൻ്റെ കണ്ടീഷനാണ് p²/2m. അങ്ങനെ എത്ര പാർട്ടിക്കിൾ ഉണ്ട്, എൻ പി നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്, അങ്ങനെ എത്ര മൊമെൻറ്റങ്ങളുണ്ട്, പിയുടെ വാല്യൂ വേരി ചെയ്യാം. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ സം ഓവർ p²/2m എൻ പി എന്ന് കിട്ടും. നമുക്കറിയാവുന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്, എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി ലോഗ് ക്യു എൻ. ഓക്കെ, അപ്പോൾ ലോഗ് ക്യു എൻ ഇസ് ഈക്വൽ ടു നമുക്ക് അങ്ങനെ എഴുതാം, മൈനസ് a/k t എന്ന് എഴുതാം. എ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജിയാണ്, മൈനസ് കെ ടി ലോഗ് ക്യു എൻ. സോ ലോഗ് ക്യു എൻ ഇസ് ഈക്വൽ ടു മൈനസ് a/k t. ക്യു എൻ ഇസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ മൈനസ് a/k t എന്ന് പറയും. 1/k t എന്ന് പറഞ്ഞാൽ ബീറ്റ ആണ്. സോ ക്യു എൻ ഇസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇൻറ്റു എ എന്ന് എഴുതാം. അപ്പോൾ ക്യു എന്നിന് നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കാം, എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ എ. അപ്പോൾ നമുക്ക് ഈ Q0 ഓഫ് എന്നിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഓഫ് A0 ഓഫ് എൻ. 0 ഓഫ് എൻ, Q0 n ആണ് സ്പിൻലെസ് പാർട്ടിക്കിളിൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ എങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഓഫ് A0 ഓഫ് എൻ. ഇവിടെ A0 ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഫ്രീ എനർജി ഓഫ് ദി ഫിക്റ്റീഷ്യസ് സിസ്റ്റം. ഈ ഫിക്റ്റീഷ്യസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്പിൻലെസ്. ഐഡിയൽ ഫോർ മീ സ്പിൻലെസ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ ദാറ്റ് ഈസ് 17 and 18 ദാറ്റ് ഈസ് Q0 n ഈ എക്സ്പ്രഷനും ഒക്കെ നമ്മൾ ഇതിൽ കൊടുക്കുകയാണ്, ഇക്വേഷൻ നമ്പർ 16 കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, ക്യു എൻ ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ക്യു എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ പ്ലസ് വേരീസ് ഫ്രം 0 to n ഇ റേസ് ടു ബീറ്റ മ്യൂ സ്റ്റാർ ബി ടു എൻ പ്ലസ് മൈനസ് എൻ. അതങ്ങനെ നിൽക്കട്ടെ, ഇതിലൊന്നും ചേഞ്ച് ഇല്ല. ഇനി ഈ ടേം നോക്കാം, സമ്മേഷൻ ഓവർ എൻ പി പ്ലസ് ഇ റേസ് ടു മൈനസ് ബീറ്റ സമ്മേഷൻ ഓവർ പി എൻ പി പ്ലസ് ഇൻറ്റു p²/2m അല്ലേ. ഈ ടേമിനെ പോലെയല്ല, ഇക്വേഷൻ നമ്പർ 17 പോലെയാണ് ഇതിൽ ഈ ടേം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇക്വേഷൻ 17 പോലെയാണ്. ഇ റേസ് ടു മൈനസ് ബീറ്റ ഉണ്ട്, സമ്മേഷൻ ഓവർ എൻ പി ഉണ്ട്, ഇവിടെ എൻ പി പ്ലസ് ആണെന്നേ ഉള്ളൂ, ഇവിടെ എൻ പി ആണ്, എൻ പി പ്ലസ് ആണ്, വേരിയേഷൻ ഉള്ളൂ. ഇ റേസ് ടു മൈനസ് ബീറ്റ രണ്ടിലും ഉണ്ട്, സമ്മേഷൻ ഓവർ പി ഉണ്ട്, ഇവിടെ എൻ പി ഉണ്ട്, ഇവിടെ പകരം എൻ പി പ്ലസ് ആണ്, p²/2 അല്ല. അപ്പോൾ ഇത് രണ്ടും സിമിലർ ആണ്. ഇക്വേഷൻ നമ്പർ 16 രണ്ടാമത്തെ ടേമും ഇക്വേഷൻ നമ്പർ 17 സിമിലർ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 17 Q0 ഓഫ് എൻ എഴുതുന്നതല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ എങ്ങനെ എഴുതാം, Q0 ഓഫ് എൻ പ്ലസ്, ഇവിടെ എൻ പ്ലസിൻ്റെ ടേമുകളല്ലേ, എൻ പി പ്ലസ് എൻ പ്ലസിൻ്റെ ആൾക്കാരല്ലേ. അപ്പോൾ യു ക്യാൻ ടേക്ക് റിട്ടേൺ ദിസ് ആസ് Q0 ഓഫ് എൻ പ്ലസ് എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ ടേമും ഇതേപോലെ തന്നെയല്ലേ, സമ്മേഷൻ പ്രൈംഡ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതൊന്നും വിഷയമല്ല. ഫോമാണ് നമ്മൾ നോക്കുന്നത്. സമ്മേഷൻ ഓവർ എൻ പി ഉണ്ട്, ഇവിടെ എൻ പി മൈനസ് ആണ്, ഇ റേസ് ടു മൈനസ് ബീറ്റ എക്സ്പോണൻഷ്യൽ ഇ റേസ് ടു മൈനസ് ബീറ്റ ഉണ്ട്, സമ്മേഷൻ ഓവർ പി ഉണ്ട്, എൻ പി മൈനസ് ഇവിടെ എൻ പി എന്നുള്ളത് ഇവിടെ എൻ പി മൈനസ് ആണെന്ന് മാത്രം, p²/2. അപ്പോൾ ഇതും സിമിലർ ആണ്. ഇക്വേഷൻ നമ്പർ 16 രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും ഇക്വേഷൻ നമ്പർ 17 അതേ ഫോമാറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻ പി പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ Q0 ഇവിടെ എൻ പി മാത്രം ആയതുകൊണ്ട് Q0 n കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ എൻ പി പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, Q0 ഓഫ് എൻ പ്ലസ് എന്ന് കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ Q0 ഓഫ് എൻ മൈനസ് എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നമ്പർ 16 എന്തായിട്ട് മാറി, സമ്മേഷൻ ഓവർ എൻ പ്ലസ് ഇസ് ഈക്വൽ ടു 0 to n ഇ റേസ് ടു ബീറ്റ മ്യൂ സ്റ്റാർ ബി 2n പ്ലസ് മൈനസ് n. അതിന് മാറ്റില്ല, Q0 ഓഫ് എൻ പ്ലസ് ഇൻറ്റു Q0 ഓഫ് എൻ മൈനസ്. എൻ മൈനസ് നമുക്കറിയാം n മൈനസ് എൻ പ്ലസ് ആണ്.
ഇവിടെ Q0 of e raised to beta mu star b into 2n plus എന്നുള്ളൊരു ടേം ഉണ്ട്, e raised to beta mu star b into minus n എന്നുള്ളൊരു ടേം ഉണ്ട് അല്ലേ. ഇവിടെ സമ്മേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാ? സമ്മേഷൻ ഈസ് ഓവർ എൻ പ്ലസ്. അപ്പോൾ ഈ എൻ എന്നുള്ള ടേമിന് സമ്മേഷനൊന്നുമില്ല അല്ലേ, എൻ എസ് ടോട്ടലാണ്, നമ്മൾ ഓൾറെഡി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ് എൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈ ടേമിനെ ഈ സമ്മേഷൻ്റെ ഒക്കെ പുറത്തെടുത്ത് എഴുതാം. അപ്പോൾ ഇ റേസ് ടു എ മൈനസ് ബി എന്നുള്ള ഫോമാണിത്. സോ ഇ റേസ് ടു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു? ഇ റേസ് ടു ബീറ്റ മ്യൂ സ്റ്റാർ ബി ഇൻറ്റു മൈനസ് എൻ, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ബീറ്റ മ്യൂ സ്റ്റാർ ബി എൻ പ്ലസ് എൻ പ്ലസ് ഒന്നുമല്ല, അതുകൊണ്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ് ദ സമ്മേഷൻ. Then summation over n plus is equal to 0 to n e raised to beta mu star b into 2n plus, that is e raised to 2 beta mu star b into n plus niti. Then q0 of n plus into q0 of n minus n plus. That means ഇവിടെ ചേഞ്ച് ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല, ഇതിൽ നിന്ന് എൻ്റെ ടേം പുറത്തേക്ക് എടുത്തു എന്ന് മാത്രം. ക്ലിയർ? Now take logarithm. ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ എന്തായി? ലോഗ് ക്യു എൻ. ഇ റേസ് ടുവിൻ്റെ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇ പോയി, മൈനസ് ബീറ്റ മ്യൂ സ്റ്റാർ ബി എൻ. ഇവിടെ ലോഗരിതം തന്നെ എഴുതുക, ലോഗ് സം ഓവർ എൻ പ്ലസ് ഇസ് ഈക്വൽ ടു 0 to n ഇ റേസ് ടു 2 ബീറ്റ മ്യൂ സ്റ്റാർ ബി എൻ പ്ലസ് മൈനസ് q0 of n plus. Yes, from this equation number 18, q0 of n എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ബീറ്റ a0 of n അല്ലേ. q0 of n ഈക്വൽ ടു e raised to minus beta a0 of n. അപ്പോൾ q0 of n plus എന്ന് പറഞ്ഞാൽ e raised to minus beta a0 of n plus, e raised to minus beta a0 of n plus into e raised to minus beta a0 of n minus n plus. Then എന്ത് ചെയ്യാം? 1 by n കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ n കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 by n ഇൻറ്റു ലോഗ് ക്യു എൻ ഇസ് ഈക്വൽ ടു, ഇവിടെ n ക്യാൻസൽ ചെയ്തു, മൈനസ് ബീറ്റ മ്യൂ സ്റ്റാർ ബി പ്ലസ് 1 by n ഇൻറ്റു ഇത് ടേം. ഇനി നമ്മൾ ചെയ്യുന്നതാണ് 1 by n ലോഗ് ക്യു എൻ എന്നുള്ളൊരു ടേം ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് ബീറ്റ മ്യൂ സ്റ്റാർ ബി ഉണ്ട് പ്ലസ് 1 by n ലോഗരിതം ഓഫ് ഇ റേസ് ടു എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ട്. ഓക്കെ, നൗ ലോഗരിതം ഓഫ് എ സം ഓഫ് ടേംസ്, ലോഗ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഈസ് ഈക്വലന്റ് ടു ലോഗരിതം ഓഫ് ലാർജസ്റ്റ് ടേം ഓഫ് ദാറ്റ് സം എന്നാണ്. അങ്ങനെ ഒരു അപ്രോക്സിമേഷൻ ഉണ്ട്. ലോഗരിതം ഓഫ് സം മേ ബി റീപ്ലേസ്ഡ് ബൈ ലോഗരിതം ഓഫ് ലാർജസ്റ്റ് ടേം ഇൻ ദ സം. എറർ ഇല്ല എന്നല്ല, എറർ ഉണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ആ എറർ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള കണ്ടീഷനിൽ വരുന്ന റിസൾട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഗരിതം ഓഫ് സം ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ലോഗരിതം ഓഫ് ദ ലാർജസ്റ്റ് ടേം ഇൻ ദ സം. ഈ സമ്മേഷൻ വരുന്നതിലെ ലാർജസ്റ്റ് ടേം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ അസ്യൂം ചെയ്യാണ്, ലെറ്റ് എൻ പ്ലസ് ബാർ, എൻ പ്ലസിൻ്റെ മൈനസ് അല്ല ശ്രദ്ധിക്കുക, എൻ പ്ലസ് ബാർ മുകളിലൊരു വരാം, എൻ പ്ലസ് ബാർ ആണ് നമ്മുടെ എൻ പ്ലസിൻ്റെ ലാർജസ്റ്റ് ടേം എന്ന് വിചാരിക്കാം. ലെറ്റ് എൻ പ്ലസ് ബാർ ബി ദ ലാർജസ്റ്റ് ടേം ഇൻ ദ സം. സമ്മേഷൻ്റെ കണ്ടീഷനിൽ വരുന്ന ലാർജസ്റ്റ് ടേം എൻ പ്ലസ് ബാർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ലാർജസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ മാക്സിമ മിനിമ കണ്ടീഷനാണ് അല്ലേ. ഒന്നുകിൽ മാക്സിമം ആയിരിക്കാം അല്ലെങ്കിൽ മിനിമം ആയിരിക്കാം. അപ്പോൾ മാക്സിമം മിനിമം കണ്ടീഷനൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാം? അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് നമ്മൾ ഈക്വേറ്റ് ചെയ്യും. മാക്സിമം ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവണം, മിനിമം ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവും. അപ്പോൾ മാക്സിമ മിനിമ കണ്ടീഷൻസ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? അപ്ലൈ ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്താ വന്നത്? എൻ പ്ലസ് ബാർ ആണ് നമ്മുടെ മാക്സിമം എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം മിനിമം വാല്യൂസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എൻ പ്ലസ്. എൻ പ്ലസിൻ്റെ മാക്സിമം ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. എൻ പ്ലസിൻ്റെ മാക്സിമം കിട്ടണമെങ്കിൽ നമ്മൾ എൻ പ്ലസ് വെച്ച് എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാണ്.
അല്ലേ നമുക്ക് വേണ്ട ഇതിൻ്റെയാണ് ലോഗരിതത്തിൻ്റെ ടേമിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 1/n log q n മൈനസ് പി മ്യൂ സ്റ്റാർ ബി അവിടെ ഉണ്ട്, 1/n അവിടെ ഉണ്ട്. ലോഗരിതം ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നൊരു ടേം ആണെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞത് അതിൽ ഏറ്റവും വലിയ ടേമിൻ്റെ ലോഗരിതം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ടേം n പ്ലസ് ബാർ ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് ആ ഇക്വേഷനിലേക്ക് എത്തുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോ ബൈ ഡോ എൻ പ്ലസ് ഓഫ് ഈ ഒരു പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ മാക്സിമൈസ് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ടേമിനെ മാക്സിമൈസ് ചെയ്യുക. അപ്പോൾ ഡോ ബൈ ഡോ എൻ പ്ലസ് ഓഫ് ഇ റേസ് ടു 2 beta mu star b n plus minus beta a0 of n plus minus beta a0 of n into n minus n plus കിട്ടും. ഇത് എപ്പോൾ അണ്ടർ n plus is equal to n plus bar. പ്രത്യേകം ഈ കണ്ടീഷൻ ശ്രദ്ധിക്കുക. n plus is equal to n plus bar. ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഫസ്റ്റ് ഇ റേസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ്റ്റ് എക്സ് എന്ന് പറയും അല്ലേ. ഇ റേസ്റ്റ് ആണ് ഇതേ ടേം വരും. ഞാൻ ആ ടേം മൊത്തം നീട്ടി വലിച്ച് എഴുതാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഇ റേസ്റ്റ് വൈ എന്ന് എഴുതുന്നത്. വൈ ഈസ് ഈക്വൽ ടു ദിസ് കേട്ടോ. ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എൻ പ്ലസ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള എൻ പ്ലസിനെ വെച്ച് വീണ്ടും ബാക്കിയുള്ള ടേമിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 beta mu star b കിട്ടും. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എൻ പ്ലസ് ഡെറിവേറ്റീവ് കണ്ടാൽ ഇത് 1 ആയിട്ട് മാറി 2 beta mu star b എന്ന് കിട്ടും. മൈനസ് ബീറ്റ ഇൻറ്റു ഇത് എൻ പ്ലസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് അതല്ലേ. അതുകൊണ്ടല്ല a0 ഓഫ് എൻ പ്ലസ് നമ്മൾ എഴുതിയുള്ളത്. നമുക്ക് അങ്ങനെ എഴുതാം. മൈനസ് ബീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ എൻ പ്ലസ് ഓഫ് a0 ഓഫ് എൻ പ്ലസ്, where എൻ പ്ലസിൻ്റെ വാല്യൂ വേരീസ് ഫ്രം എൻ പ്ലസ് ബാർ ഈസ് ഈക്വലൻ ടു എൻ പ്ലസ് ബാർ. ഓക്കെ, മൈനസ് ഇവിടെ ഉണ്ട് ബീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ എൻ പ്ലസ് ഓഫ് a0 ഇൻറ്റു എൻ മൈനസ് എൻ പ്ലസ്. അപ്പോൾ നമ്മളിനി ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്തു. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ള അത്രേ ഉള്ളൂ. ഇത് 0 ആണെങ്കിൽ ഒന്നുകിൽ ഇ റേസ് ടു വൈ ഈസ് ഈക്വൽ ടു 0 വരണം, അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം എന്തായിരിക്കണം? 0 ആവാം. വൈ എന്നുള്ളത് ആ ഇ റേസ് ടു എന്ന് പറഞ്ഞിട്ട് ആ മൊത്തം ടേം ഉണ്ടല്ലോ, 2 beta mu star b n പ്ലസ് എന്ന് പറയുന്ന മൊത്തം ടേം എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൽ എഴുതി കഴിഞ്ഞാൽ ഇവിടെ കൊള്ളില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചെറുതാക്കി എഴുതിയെന്നുള്ളൂ കേട്ടോ. ആ 2 beta mu star b n plus minus beta a0 of n plus minus beta a0 of n minus n പ്ലസിന് പകരമാണ് ഞാൻ y എന്ന് എഴുതിയിട്ടുള്ളത് അല്ലേ. സം ഇ റേസ് ടു എന്തൊരു ടേം അല്ലെങ്കിൽ ഇ റേസ് ടു ആ മൊത്തം ടേം ഇൻറ്റു നമ്മൾ എഴുതിയ -2 beta mu star b മൈനസ് ബീറ്റ ഡോ a0 ബൈ ഡോ n പ്ലസ് മൈനസ് ബീറ്റ ഡോ a0 ബൈ ഡോ n പ്ലസ് എന്നുള്ളത് ഈക്വലൻ ടു 0 ആണ്. അപ്പോൾ ഇ റേസ് ടു വൈ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് 0 ആണുള്ള പോസിബിലിറ്റി എന്താ? ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം എന്താവുക എന്നുള്ളതാണ്? 0 ആവുക എന്നുള്ളതാണ് അല്ലേ. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ടേം 0 ആവുക എന്നുള്ളതിൽ നമ്മൾ ശ്രദ്ധിക്കുക. ബീറ്റ എന്ന് പറയുന്ന ടേം എല്ലാത്തിലും ഉണ്ട്. 2 mu star b ഇൻറ്റു ബീറ്റ മൈനസ് ബീറ്റ ഇൻറ്റു ഡോ a0 n പ്ലസ് ബൈ ഡോ n പ്ലസ് അറ്റ് n പ്ലസ് ഇസ് ഈക്വൽ ടു n പ്ലസ് ബാർ മൈനസ് ബീറ്റ ഡോ a0 ബൈ ഡോ n പ്ലസ് അറ്റ് n പ്ലസ് ഇസ് ഈക്വൽ ടു n പ്ലസ് ബാർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എല്ലാത്തിലും ബീറ്റ ഉണ്ട്. ബീറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ആയിട്ട് അത് കട്ട് ചെയ്ത് കളയാം. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടുക 2 mu star b മൈനസ് ഡോ a0 ഓഫ് n പ്ലസ് ബൈ ഡോ n പ്ലസ് അറ്റ് n പ്ലസ് ഇസ് ഈക്വൽ ടു n പ്ലസ് ബാർ മൈനസ് ഡോ a0 ഓഫ് n മൈനസ് n പ്ലസ് ബൈ ഡോ n പ്ലസ് അറ്റ് n പ്ലസ് ഇസ് ഈക്വൽ ടു n പ്ലസ് ബാർ ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. ഇനി ഡോ a ബൈ ഡോ n ദാറ്റ് ഈസ് ഈക്വലൻ ടു ദ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്നാണ്. ഡോ a ബൈ ഡോ n ഇസ് ഈക്വലൻ ടു കെമിക്കൽ പൊട്ടൻഷ്യൽ. ഫ്രീ എനർജീനെ വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്താൽ കെമിക്കൽ പൊട്ടൻഷ്യൽ കിട്ടും. സോ ഡോ a0 ഓഫ് n പ്ലസ് ബൈ ഡോ n പ്ലസ് 1ന് പകരം n പ്ലസിന് പകരം എന്ത് കൊടുക്കാം? mu0 ഓഫ് n പ്ലസിന് കൊടുക്കാം. അതുപോലെ ഡോ a0 ഓഫ് n മൈനസ് n പ്ലസ് ബൈ n പ്ലസ് ഡോ n പ്ലസ് ഇവിടെ ശ്രദ്ധിക്കുക. ഡോ a0 ഓഫ് n പ്ലസ് ബൈ ഡോ n പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു mu0 ഓഫ് n പ്ലസ് എന്ന് എഴുതാം. ഡോ a0 ഓഫ് n മൈനസ് n പ്ലസ് ബൈ ഡോ n പ്ലസ്. അപ്പോൾ ഇവിടെ മൈനസ് കഴിഞ്ഞ് വരുന്ന ടേമിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡോ a0 ഓഫ് n മൈനസ് n പ്ലസ് ബൈ ഡോ n പ്ലസ്. അപ്പോൾ ഈ കിട്ടുന്ന റിസൾട്ടിൽ എന്ത് വരും? ഒരു മൈനസ് അധികം വരും കേട്ടോ. ഇവിടെ ഞാൻ റൈറ്റ് സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഡോ a0 ഓഫ് n മൈനസ് n പ്ലസ് ബാർ ഇവിടെ n പ്ലസിന് ബാർ വേണ്ട കേട്ടോ. ഡോ ബൈ ഡോ n പ്ലസ് ഓഫ് a0 ഓഫ് n മൈനസ് n പ്ലസിനെ വേണ്ടു അറ്റ് n പ്ലസ് ഇസ് ഈക്വൽ ടു n പ്ലസ് ബാർ. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് വരും. ഈ മൈനസ് വരാനുള്ള കാരണം നമ്മൾ
എൻ പ്ലസ് വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് ഇസ് ഹിയർ അല്ലേ, ഇവിടെ നെഗറ്റീവ് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. സോ മൈനസ് മ്യൂ സീറോ ഓഫ് എൻ മൈനസ് എൻ പ്ലസ് ബാർ എന്ന് വരും. അപ്പോൾ അത് രണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 mu star b മൈനസ് ഇതെന്താ മ്യൂ സീറോ ഓഫ് എൻ പ്ലസ് എപ്പോഴാണ് അറ്റ് എൻ പ്ലസ് ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ബാർ. അപ്പോൾ എൻ പ്ലസ് ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ബാർ എന്ന് കഴിഞ്ഞാൽ മ്യൂ സീറോ ഓഫ് എൻ പ്ലസ് ബാർ ആയിട്ട് നമുക്ക് എഴുതാം. നമ്മളിപ്പോൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് എന്നുള്ളടത്ത് പകരം ഹാഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ മ്യൂ സീറോ ഓഫ് എൻ പ്ലസ് ആണ് വരിക. പക്ഷേ എൻ പ്ലസിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് പറഞ്ഞത് എൻ പ്ലസ് ബാർ ആയിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ എൻ പ്ലസ് ബാർ ആക്കി മാറ്റി. പിന്നെ വരിക ആക്ച്വലി ദിസ് ഇസ് മൈനസ്, ആൻഡ് ഇവിടെ മൈനസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ പ്ലസ് ആയി അല്ലേ. പ്ലസ് മ്യൂ സീറോ ഓഫ് എൻ മൈനസ് എൻ പ്ലസ് ബാർ എന്ന് കിട്ടും. മ്യൂ സീറോ ഓഫ് എൻ മൈനസ് എൻ പ്ലസ് ബാർ എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ 2 mu star b ഇസ് ഈക്വൽ ടു എന്താക്കി മാറ്റി, ഈ ടേമുകളൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിട്ട് എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ 2 mu star b ഇസ് ഈക്വൽ ടു ഡോ a0 ഓഫ് n പ്ലസ് ബൈ ഡോ n പ്ലസ്, ദാറ്റ് ഇസ് മ്യൂ സീറോ ഓഫ് എൻ പ്ലസ് ബാർ മൈനസ് ഇതിവിടെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലസ് ആണ് വരിക. പ്ലസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് അല്ലേ. അപ്പോൾ മൈനസ് മ്യൂ സീറോ ഓഫ് എൻ മൈനസ് എൻ പ്ലസ് ബാർ എന്ന് കിട്ടും. Okay, so this is another relation that is obtained by the above consideration or by maximizing the function. 2 mu star b is equal to mu 0 n plus bar minus mu 0 into n minus n plus bar.